എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട്. റെഡ്മി k20 അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഇതാണ് അത് വന്നിട്ടുള്ള കവർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് പൊളിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി k20യുടെ ബോക്സ്. ഇങ്ങനെ ഒരു ബോക്സിനകത്തായിരുന്നു, ചൈനയിൽ വരുന്ന ബോക്സ് പോലെയല്ല. ഇതിൻ്റെ മുകളിൽ റെഡ്മി k20 ഇന്ത്യാസ് നമ്പർ 1 ബ്രാൻഡ് ഷവോമി അതൊക്കെ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡ് റെഡ്മി k20 ബൈ ഷവോമി ഇത്രേ ഉള്ളൂ. ഇത് ഫ്ലിപ്കാർട്ടുകാർ അതിനകത്ത് സീൽ ചെയ്ത സ്റ്റിക്കറാണ്. പിന്നെ അതിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാമെന്ന് 48 MB AL റിയൽ ട്രിപ്പിൾ ക്യാമറ, 20 MB പോപ്പപ്പ് സെൽഫി ക്യാമറ, അങ്ങനെയുള്ള ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഈ ബോക്സ് തുറന്നു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കവറാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ ഫോണിൻ്റെ കേസ്. നമുക്കത് മാറ്റി വെക്കാം. ഇനി രണ്ടാമതാണ് നമുക്ക് ഫോണ് കിട്ടുന്നത്. ഫോണ് ഞാൻ റെഡ് കളറാണ് ഓർഡർ ചെയ്തത്. ഇതാ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ലുക്കും ഒക്കെ ഉണ്ട്. ക്ലാസി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഫോണ്. നല്ല ഒരു ഡിസൈനാണ്. ഇനി അതിൻ്റെ കൂടെ 18 വാട്ട് ഫാസ്റ്റ് ചാർജ് കിട്ടുന്നതാണ് കമ്പനിക്കാർ പറഞ്ഞത്. നമുക്കത് നോക്കാം. ഇതാണ് അതിൻ്റെ ചാർജർ. ചാർജറിനകത്ത് ഇതൊരു നോർമൽ ചാർജർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന കേബിള് ടൈപ്പ് C പോർട്ടാണ്. ഇത് ഈ അറ്റം കണ്ടില്ലേ. ഇപ്പോൾ ഡാറ്റയൊക്കെ നമുക്ക് വേഗം ട്രാൻസ്ഫർ ചെയ്യാനും പെട്ടെന്ന് ചാർജ് കയറുകയും ചെയ്യും. നല്ലൊരു കാര്യമാണ്. നമുക്കിതിൻ്റെ കേസുള്ള കവറ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ നേരത്തെ ആദ്യം കാണുന്ന സിം ഇജക്റ്റിംഗ് ടൂളാണ്. രണ്ടാമത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേസ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു കേസാണ്. പക്ഷേ കേസിൻ്റെ മോൾ ഭാഗം താഴ്ഭാഗം അത്ര ഇല്ല. അത് അവർ ഒഴിവാക്കി വിട്ടേക്ക് ചെയ്യുന്നത്. ആ ഭാഗം മാത്രം എടുക്കാതെ ഒഴിവാക്കി വിട്ടേക്ക് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കേസാണ്. പിന്നെ ഇത് അവരുടെ കമ്പനിയുടെ കാർഡാണ്. ഇത് k20 ഷവോമി തരുന്ന കാർഡാണ്, വാറണ്ടി കാർഡോ എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന സിം ഇജക്റ്റിംഗ് ടൂള്. ഇതാണ് ആ ടൂള്. ഇത് അൺബോക്സ് ചെയ്ത് ചാർജ് ചെയ്ത് ശേഷം ഇതിനെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഇടാം.